കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൈച്ചാം IDE ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ളൊരു വിൻഡോ ഓപ്പൺ ആയി വരും. സോ നമ്മൾ ഇനി നമ്മുടെ ആദ്യത്തെ പൈത്തോൺ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മൾ ഇതുപോലെയുള്ള വിൻഡോയിൽ ആദ്യം നമ്മൾ ന്യൂ പ്രൊജക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ന്യൂ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. എവിടെയാണ് നമ്മുടെ പ്രൊജക്റ്റ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. സോ ഞാനിവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലൊക്കേഷൻ ഉപയോഗിക്കാം. ഞാനിവിടെ വേറൊരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നു. ഞാൻ എഫ് ഫോൾഡറിൽ കോഡിംഗ് എന്ന് പറയുന്നതിൽ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു, പൈത്തോൺ ട്യൂട്ടോറിയൽ. സോ ഈ കോഡിങ്ങിൽ പൈത്തോൺ ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിലാണ് ഞാൻ എൻ്റെ പ്രോഗ്രാം സേവ് ചെയ്യുന്നത്. സോ ശേഷം നമുക്ക് പ്രൊജക്റ്റ് നെയിം കൊടുക്കാം. പ്രൊജക്റ്റ് നെയിം ഞാൻ ലേൺ പൈത്തോൺ എന്ന് കൊടുക്കുന്നു. സോ താഴെ നമുക്കൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇൻ്റർപ്രിറ്റർ ഇതാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. നമുക്കിവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഇൻ്റർപ്രിറ്റർ ഇവിടെ കാണാൻ കഴിയും. വേറെ ഒന്നും ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടതില്ല. സോ നമ്മൾ ക്രിയേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് വേണ്ടി പൈച്ചാം ഒരു പുതിയ പ്രൊജക്റ്റ് പൈത്തോൺ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇത് ആദ്യത്തെ സമയത്ത് കുറച്ച് സമയമെടുക്കുന്നതായിരിക്കും. സോ നമ്മുടെ പൈത്തോൺ പ്രൊജക്റ്റ് ക്രിയേറ്റായി. നിങ്ങൾക്കിവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ലേൺ പൈത്തോൺ എന്ന് പറയുന്ന പ്രൊജക്റ്റ് നെയിം കാണാം. അതിൽ നമുക്ക് main.py എന്ന് പറയുന്ന ഒരു പൈത്തോൺ ഫയൽ കാണാം. ഈ .py എന്ന് പറയുന്നത് പൈത്തോൺ ഫയലിൻ്റെ എക്സ്റ്റൻഷനാണ്. ഇതിൽ നമുക്ക് വേണ്ടി ഒരു സിമ്പിൾ കോഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇതുപോലെ നിങ്ങൾക്കൊരു വാർണിംഗ് മെസ്സേജ് ഇൻവാലിഡ് പൈത്തോൺ ഇൻ്റർപ്രിറ്റർ എന്ന് ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കോൺഫിഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് ഈ പൈത്തോൺ 3.8 എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഒരു ഫയൽ നമുക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും പൈച്ചാം. സോ നമുക്ക് ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാം. ഫയലിൽ ഉള്ളിലുള്ളതെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ഇതിൻ്റെ അപ്പിയറൻസ് എല്ലാം ചേഞ്ച് ചെയ്യുന്നതിന് നമുക്ക് ഫയലിൽ പോയതിന് ശേഷം സെറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫോണ്ട് സൈസും കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ എഡിറ്റർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ ജനറലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ചേഞ്ച് ഫോണ്ട് സൈസ് വിത്ത് മൗസ് വീൽ എന്ന് ഓൺ ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾ പ്രസ് ചെയ്ത് മൗസ് വീൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫോണ്ട് സൈസ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. സോ നമ്മൾ ഈ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഈ പ്രൊജക്റ്റ് പാനൽ എന്ന് പറയുന്നത്. സോ നമുക്കിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹൈഡ് ആവുന്നതാണ്. വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പണായി വരുന്നതാണ്. സോ ഈ പ്രൊജക്റ്റ് പാനലിലാണ് നമ്മുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ഫയൽസ് ഉണ്ടായിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഫയൽ, നമുക്ക് വേണ്ടി പൈച്ചാം ക്രിയേറ്റ് ചെയ്ത ഫയൽ. നമുക്ക് വേണമെങ്കിൽ ഫയൽ ഇവിടുന്ന് പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ എന്ന് പറയുന്നതിൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. സോ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഫയൽ മാത്രം മതി. നമുക്ക് നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണ്. സോ നമ്മൾ ആദ്യത്തെ ലൈനിൽ വന്നതിന് ശേഷം പ്രിൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, റൗണ്ട് ബ്രാക്കറ്റ്. അതിനുള്ളിൽ നമ്മൾ ഹലോ വേൾഡ് എന്ന് എഴുതുന്നു. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം. നമ്മൾ ഹലോ വേൾഡ് എന്ന് ഒരു പ്രിൻ്റ് എന്ന് എഴുതിയതിന് ശേഷം ബ്രാക്കറ്റിനുള്ളിൽ ഹലോ വേൾഡ് എന്ന് നമ്മൾ ഡബിൾ കോട്ടിനുള്ളിൽ എഴുതി. സോ ഇതാണ് നമ്മുടെ ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാം. സോ നമ്മുടെ പ്രോഗ്രാം എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ ഈ റൺ എന്ന് പറയുന്ന ഈ ഒരു ഐക്കൺ, ഒരു പ്ലേ ബട്ടൺ പോലെയുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇതുപോലെയുള്ളൊരു ടെർമിനൽ ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾക്കിവിടെ ഹലോ വേൾഡ് എന്ന് കാണാൻ കഴിയുന്നതാണ്. സോ ഇതാണ് നമ്മുടെ ടെർമിനൽ. നമുക്ക് ലഭിക്കുന്ന റിസൾട്ട് ഈ ഒരു ഭാഗത്തായിരിക്കും നമുക്ക് ലഭിക്കുക. സോ ഇനി അതുപോലെ നമുക്ക് പ്രിൻറ്റ്, നമുക്ക് ഡബിൾ കോട്ടിന് പകരം സിംഗിൾ കോട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഹലോ എന്ന് എഴുതുന്നു. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഹലോ വേൾഡ് ഹലോ എന്ന് ലഭിക്കുന്നു. അതുപോലെ ഞാനിവിടെ ഒരു നമ്പറാണ് പ്രിൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ പ്രിൻറ്റ് 1 എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 എന്ന് പ്രിൻ്റ് ആവുന്നു. ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് പൈത്തോൺ പ്രോഗ്രാംസ് ചെയ്യാവുന്നതാണ്. മറ്റു പ്രോഗ്രാമുകളെ പോലെ ഒരുപാട് കോഡുകളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് ഞാനിവിടെ 2 സംഖ്യകൾ കൂട്ടണമെങ്കിൽ പ്രിൻ്റ് എന്ന് എഴുതി ബ്രാക്കറ്റിനുള്ളിൽ 10 + 10 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ 2 സംഖ്യകൾ കൂട്ടിയ ഒരു റിസൾട്ട് താഴെ ലഭിക്കും. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്കിവിടെ കാണാം ഹലോ വേൾഡ് നമ്മുടെ ആദ്യത്തെ ലൈൻ. പിന്നെ രണ്ടാമത്തെ കോഡ് എന്ന് പറയുന്നത് ഹലോ. മൂന്നാമത്തെ നമ്മൾ 10 + 10 കൂട്ടിയ ഒരു റിസൾട്ട് 20. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ അതുപോലെ നമുക്ക് ഈ പ്രോഗ്രാമിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കമൻസ് ഉപയോഗിക്കും. ആ കമൻസ് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതല്ല, ആ ഒരു ലൈന് നമ്മുടെ പ്രോഗ്രാം ഇഗ്നോർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസുമായി അതിൽ എഴുതാവുന്നതാണ്. സോ നമ്മൾ പൈത്തോൺ പ്രോഗ്രാമിൽ കമൻറ്റ് എഴുതുന്നത് ഈ ഹാഷ് സിമ്പിൾ ഉപയോഗിച്ചാണ്. ഹാഷ് സിമ്പിൾ ടൈപ്പ് ചെയ്ത ശേഷം ഒരു സ്പേസ് കൊടുത്ത ശേഷം നമുക്ക് ഇത് ഇവിടെ എഴുതാം. ഫസ്റ്റ് പൈത്തോൺ
പ്രോഗ്രാം. സോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇനി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ പോലെ തന്നെ റിസൾട്ട് ലഭിക്കുന്നതാണ്. ഇങ്ങനെ ഹാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഹാഷ് കൊടുത്തതിന് ശേഷം എഴുതുന്ന ഏതൊരു ലെറ്ററാണോ അല്ലെങ്കിൽ വേർഡാണോ അതൊന്നും നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതല്ല, അത് ഇഗ്നോർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കോഡിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് എഴുതാം. സോ നമുക്കിവിടെ ഒരു ഹാഷ് കൊടുത്ത ശേഷം പ്രിൻറ്റ് ഹലോ എന്ന് എഴുതിയാൽ ഇതുവരെ മാത്രമേ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇതിന് ശേഷമുള്ളത് അത് ഇഗ്നോർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമുക്കതേ സെയിം റിസൾട്ട് കിട്ടി. സോ ഇതാണ് നമ്മുടെ പൈത്തോണിലെ ആദ്യത്തെ പ്രോഗ്രാം.